ഇതാ അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ ഏതാണ് ജിയോമെട്രിക് ഐസോമെറിസം കാണിക്കുന്ന കോമ്പൗണ്ട്? സംഭവം സിമ്പിളാണ്. എന്താണ് ജിയോമെട്രിക് ഐസോമെറിസം കാണിക്കാനുള്ള കണ്ടീഷൻ എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സാണ് ഇത് പൊതുവിൽ കാണിക്കുക. കാരണം ഇവിടെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വേണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഈ കാർബണിന് ചുറ്റും ഗ്രൂപ്പുകൾ വരുന്നത്. ഇപ്പോൾ 2 കാർബൺ ആറ്റം കാണാറുണ്ടല്ലോ. 2 കാർബൺ ആറ്റത്തിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വരണം. 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഓരോ കാർബൺ ആറ്റത്തിലും 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ വന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റുള്ളൂ? ജിയോമെട്രിക് ഐസോമെറിസം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2 ബ്യൂട്ടീനാണ് ഉത്തരം വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. മറ്റൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യനുകളുമായിട്ട് വീണ്ടും കാണാം. ബൈ.